കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ചേർത്ത് വറുത്തെടുക്കാം. കുക്കറിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് സവോള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില, ചെറിയ ഉള്ളി, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. മൂത്ത് വരുന്ന സവോളയിലേക്ക് ഈ പച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് മുറിച്ചതും ചേർക്കാം. മസാല നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ ക്ലോസ് ചെയ്ത് നമുക്ക് ചിക്കൻ ഒരു വിസിൽ വേവിച്ചെടുക്കാം. ചിക്കൻ പാതി കുക്കായിട്ടുണ്ട്. നമുക്കിനി കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് കൈമ റൈസിന് ഇവിടെ നമ്മൾ 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂസും ചേർത്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു. ബൈ.